ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. താഴ്വരകൾ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. താഴ്വരകൾ. ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത, നമ്മൾ പലരും താഴ്വരയിൽ നിന്ന് ഉയർന്നിട്ടില്ല. താഴ്വരയിലാണ്, താണ നിലവാരത്തിലാണ്. ഉയർന്ന പ്രതലത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വേണമെന്നുണ്ട്, ഉയർന്ന നിലവാരങ്ങൾ വേണമെന്നുണ്ട്. അത് പഠനത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിലെല്ലാം ഉയർന്ന തലങ്ങൾ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്ന് താഴ്വരകളിലാണ്, താഴ്ന്നു നിൽക്കുകയാണ്, താഴ്വരകളിലാണ്.
അടുത്ത് ഉള്ള കുന്നിൻ പുറത്ത് കയറണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അത് നമ്മുടെ പാവം കൊണ്ടാണ് സാധിക്കാത്തതെന്നും പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ടോ നമുക്ക് ഉയർന്നു ചെല്ലാൻ പറ്റുന്നില്ല. ഉയരണമെന്നുണ്ട്, വളരണമെന്നുണ്ട്, ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടണമെന്നുണ്ട്. എപ്പോഴും നമ്മൾ അംബീഷ്യസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അംബീഷ്യസ് ആയിരിക്കണം. മഹത്വാകാംക്ഷയുള്ളവരാണെന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്കാണ്. നാം ജീവിതത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. അത് തെറ്റല്ല, അഹങ്കാരമല്ലത്. അഹങ്കാരമായിപ്പോയാൽ തെറ്റാണ്. പക്ഷേ ഉയർന്ന തലങ്ങളിലെത്തുവാൻ നാം ആഗ്രഹിക്കണം. ഒരിക്കലും താണ നിലവാരത്തിൽ നിൽക്കാൻ നാം ശ്രമിക്കരുത്. ഇത് മതിയെന്ന് നാം പറയരുത്. പോരാ. എപ്പോഴും ഉയർന്നുയർന്നു പോകാൻ നമ്മുടെ ഹൃദയം അതിനുവേണ്ടി വാഞ്ചിക്കുകയും അതിനുവേണ്ടി ബന്ധപ്പെടുകയും ചെയ്യണം. ഉയർന്നു ചെല്ലണം, ഉയരണം. താഴ്വരയിലായിരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, അടുത്ത് തന്നെ കുന്നുണ്ട്, കയറി ചെല്ലാം. നിങ്ങളൊന്ന് അധ്വാനിച്ചാൽ മതി, കയറി ചെല്ലാം. നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ മതി, കയറി ചെല്ലാം. ആരും ഒരിക്കലും താണു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. താണു നിൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എന്നും ഞാൻ ഇങ്ങനെ താണു നിൽക്കേണ്ടവനല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ എന്നും താണു നിൽക്കേണ്ടവനല്ല, ഞാൻ ഉയരേണ്ടവനാണ്. എനിക്കൊരു സ്വഭാവിയുണ്ട്. ഇന്ന് പൈസയ്ക്ക് ഞെരുക്കമാണ്, ഇന്ന് കടത്തിൻ്റെ ഭാരമുണ്ട്, വലിയ പ്രയാസങ്ങളുണ്ട്, ഇത് രോഗമുണ്ട്, ഇന്ന് മക്കളൊന്നും വലുതുപോലെ പഠിക്കുന്നില്ല, അവർ ഉത്സാഹിക്കുന്നില്ല, അവർക്ക് ചുമതലാബോധമില്ല, ഇന്ന് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഉയരണം. ഓരോരുത്തരും ഉയരണം എന്നുള്ളതായ ആഗ്രഹം ഉണ്ടാകണം. ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ, ഞാൻ ആത്മീയ ജീവിതം മാത്രമല്ല, ഭൗതിക ജീവിതത്തിൽ തന്നെ എനിക്ക് ഉയരണം എന്നുള്ളതായി ചിന്ത വരണം. എനിക്ക് ഉയർന്നു പോകണമെന്ന് ചിന്ത വരണം. കുതിച്ച് ഉയരണമെന്നുള്ള ചിന്ത വരണം. അങ്ങനെ നമ്മുടെ ഹൃദയം എപ്പോഴും അത്യാകാംക്ഷയോടെ ശോഭനമായി ഭാവിക്ക് വേണ്ടി യത്നിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. താഴ്വരയുടെ അനുഭവം ഒരു എല്ലാവിധത്തിലും താണ നിലവാരമാണ്. താണ നിലവാരത്തിലുള്ള അനേക ആളുകളുണ്ട്. വിദ്യാഭ്യാസം പോരാ, താണ നിലവാരം. പൈസയില്ല, താണ നിലവാരം. ആരോഗ്യമില്ല, താണ നിലവാരം. നല്ലൊരു വീടില്ല, താണ നിലവാരം. നല്ല സൗകര്യപ്രദമായ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളില്ല, താണ നിലവാരം. ഈ താണ നിലവാരത്തിൽ നിന്ന് ഉയരാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആരും താണിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ക്രിസ്തു ആഗ്രഹിക്കുന്നത് നാം ഉയർന്നു പോകാനാണ്. ഉയർന്നു പറക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ അങ്ങനെ തന്നെ. ഈ ലോക ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യുന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരു ക്ലർക്കാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ പ്യൂണാണ് ഇരിക്കട്ടെ. അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ ഉയരണം. എനിക്ക് ഇവിടെ നിന്നാൽ പോരാ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഉയർന്നു പോകാനുള്ളതായ വാഞ്ചയും അതിനുള്ളതായ അഭിനിവേശവും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ അഭിനിവേശത്തോടൊത്ത് നിങ്ങൾ യത്നിക്കാൻ തുടങ്ങും. ഒരു നല്ല ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയത്നം ഉണ്ടാകും. നല്ല ലക്ഷ്യം ഉണ്ടാകണം. എനിക്ക് ഉയരണം, എനിക്ക് വളരണം എന്നുള്ളതായ ലക്ഷ്യം വന്നാൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ അതിന് തുടർന്ന് അതിനുള്ള പ്രയത്നം ഉണ്ടാകും. പ്രയത്നിക്കണം, അധ്വാനിക്കണം. ദൈവത്തിന് സ്തോത്രം. താഴ്വരയുടെ അനുഭവത്തിൽ നിന്ന് ഉയർന്ന അനുഭവത്തിലേക്ക് നാം പോകേണ്ടതാണ്. അതാണ് ഒന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത്. രണ്ടാമതായി നാം കാണുന്ന എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായത്തിലെ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചാണ്. അസ്ഥികളുടെ താഴ്വര അതൊരു ദർശനമാണ്. എസ്കേൽ പ്രവാചകന് കിട്ടിയ ദർശനമാണ്. എസ്കേൽ പ്രവാചകന് അനേകം ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് ദർശനങ്ങൾ കിട്ടും. ദൈവം കൊടുക്കുന്ന ദർശനങ്ങളാണ്, ദൈവം കൊടുക്കുന്ന വെളിപാടുകളാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കൂ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്നവനാണ്. പ്രവാചകന്മാർ മുഖാന്തരം ദൈവം ഓരോ സമയങ്ങളിലും തൻ്റെ പ്രിയ മക്കളെ പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കുന്നുണ്ട്. അവർക്ക് ദർശനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ജനത്തിന് വേണ്ടിയുള്ളതായ ശുശ്രൂഷയാണ്. ജനത്തിന് വേണ്ടി കൊടുക്കുന്നതായ ശുശ്രൂഷ ജനത്തോട് അറിയിക്കാനുള്ളതായ ദൈവിക വചനങ്ങൾ കൊടുക്കുന്നു. അത് ഒരാൾക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൽ ക്രെഡിറ്റ് ഒന്നുമില്ല. ദൈവം എന്നെ ഒരു വേല ഏൽപ്പിച്ചു, ദൈവത്തിന് സ്തോത്രം. അത് എൻ്റേതല്ല, ദൈവത്തിൻ്റേതാണെന്ന് ഓർക്കണം. എൻ്റേതല്ല, ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് ഒരു പദവി തന്നെ. പക്ഷേ അതിൽ നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല, അതിൽ നമുക്ക് പുകഴാൻ പാടില്ല, പ്രശംസിക്കാൻ പാടില്ല. നാം വിനയപൂർവ്വം നിന്നാൽ മാത്രമേ ആ വെളിപ്പാട് ദർശനം തുടർന്ന് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ തുടർന്ന് കിട്ടുകയില്ല. ഓർക്കണം, ദൈവത്തിന് വേല ചെയ്യുന്നൊരു പ്രത്യേകം ഓർക്കണം.
ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തനല്ലെങ്കിൽ, എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെയുള്ളതായ ആ നിലവാരത്തിൽ ഞാൻ എത്തുന്നില്ലെങ്കിൽ എന്നെ വേലയിൽ നിന്ന് മാറ്റിക്കളയും, ആ ശുശ്രൂഷയിൽ നിന്ന് മാറ്റിക്കളയും. അനേകം ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയവർ, ആത്മീയ വീര്യം നഷ്ടപ്പെട്ടു പോയവർ, തേജസ് നഷ്ടപ്പെട്ടു പോയവർ, ഒരു കാലത്ത് നല്ല തീക്കെടുത്ത് വചനം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് ആ തീ പോയിരിക്കുന്നത് കാണാം. അതിന് കാരണം എന്താണ്? കാരണം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി കൈകാര്യം ചെയ്തില്ല. കർത്താവ് ഫലമേൽപ്പിച്ചതായ ശുശ്രൂഷ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. ദൈവം തൻ്റെ മക്കളിൽ ആഗ്രഹിക്കുന്ന വിശ്വസ്തത അത്രേ, കാര്യവിചാരണയിലെ വിശ്വസ്തത. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് വിശ്വസ്തയോടെ, നല്ല പൂർണ്ണ വിശ്വസ്തയോടെ നാം ചെയ്യണം. അവിടെ ദൈവത്തിൻ്റെ മനോഭാവത്തോടെ നാം ചെയ്യണം. ഓർക്കണം, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനോഭാവത്തിനൊത്ത് നമ്മുടെ മനോഭാവം ഉയരണം. കർത്താവ് എങ്ങനെയാണ് കാണുന്നത്, കർത്താവ് എന്താണ് കാണുന്നത്, ആ ദൈവത്തിൻ്റെ മനോഭാവത്തോടൊത്ത് എൻ്റെ മനസ്സ് ഉയർന്നില്ലെങ്കിൽ ഞാൻ പുറന്തള്ളപ്പെട്ടു പോകും. നഷ്ടം എനിക്കാണ്, ദൈവത്തിന് നഷ്ടം തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ മനോഭാവം നാം അറിയണം. ദൈവത്തിൻ്റെ മനസ്സെന്താണ്, അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് യോഹന്നാൻ സാറിൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ കേട്ടാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എന്നെ ആത്മീയമായി ഉണർത്തുവാനും ഉയർത്തുവാനും ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ വിശുദ്ധീകരിച്ച സ്വർഗങ്ങളിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ആലോചനയാണിത് എന്നുള്ള വിശ്വാസം വരണം. ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാം താളം തെറ്റിപ്പോകും, എല്ലാം അവിടത്തായി പോകും. ദൈവം യെശയ്യാ പ്രവാചകന് ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്, യെരമ്യാ പ്രവാചകന് ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്, യെഹെസ്കേൽ പ്രവാചകന് ഒട്ടേറെ ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകനും പുരോഹിതനുമാണ്, പ്രവാചകനാണ്, പുരോഹിതനുമാണ്. ജനത്തിന് വേണ്ടി ധൂപം കാട്ടേണ്ട ആളാണ്, ജനത്തിന് വചനം കൊടുക്കേണ്ട ആളാണ്. രണ്ട് ശുശ്രൂഷയുണ്ടായിരുന്നു യെഹെസ്കേലിന്. യെഹെസ്കേൽ പ്രവാചകന് അനേകം ദർശനങ്ങൾ കൊടുത്തു. ഒരവസരത്തിൽ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ആത്മാവിൽ എടുത്തുകൊണ്ടുപോയി യെരൂശലേം ദേവാലയത്തിൻ്റെ ഒരു ചിത്രം ദൈവം കാണിച്ചു കൊടുത്തു, ശരിയായ ചിത്രം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം ഒന്നെടുക്കൂ. 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വരിക എന്ന് പറയുന്ന ഒരു വലിയ അനുഭവമുണ്ട്. അത് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരിക. നിങ്ങൾ അനേകം പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പോരാ, ദൈവത്തിൻ്റെ ആത്മാവ് വരിക എന്ന് പറയുന്ന ആ അപൂർവമായ അനുഭവം, അത്യപൂർവമായ അനുഭവം, അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദാഹിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെയോ താളം തെറ്റലുണ്ട്. അതിൽ പിശാചൊരു കൊടിയ വഞ്ചന ചെയ്യുന്നുണ്ട്, ചതി ചെയ്യുന്നുണ്ട്. ഈ ദൈവത്തെ വിളിച്ചിരിക്കുമ്പോൾ ദൈവം വന്നു എന്നൊരു തോന്നലുണ്ടാക്കും. ഇപ്പോൾ ശരീരത്തിൽ ചില വിറയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വികല്പങ്ങളൊക്കെ ഉണ്ടാക്കും. അത് പിശാചിൻ്റെ കെണിയാണ്, ഫോഷ്കാണത്. അത് വരാതെ എൻ്റെ കർത്താവേ ഫോഷ്ക്ക് എന്നോട് അകറ്റണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരാത്ത ഒന്നും വരല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് എൻ്റെ കർത്താവേ എന്ന് ഉള്ളഴിഞ്ഞ് വിളിക്കുമ്പോൾ കർത്താവ് അരികത്തേക്ക് വരുന്നു. നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. തൊട്ടരികത്തേക്ക് വരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഈ അണ്ടകടാഹത്തിൽ എന്തുമാത്രം ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, നക്ഷത്രജാലങ്ങളുണ്ട്, എത്രയോ സൂര്യന്മാരുണ്ട്. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവും നിർമ്മാതാവുമായ ജീവനുള്ള ദൈവം ഈ പാവപ്പെട്ട സാധുവായ മനുഷ്യൻ ഒരിടത്ത് ഇരുന്ന് എൻ്റെ കർത്താവെ വിളിക്കുമ്പോഴേക്കും അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് നിസ്സാരമാണോ? അത് നാം വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവെ എന്ന് വിളിക്കുമ്പോഴേക്കും ഓടി വരുന്നൊരു ദൈവത്തെ ഞാൻ അനുഭവിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ദൈവം, ജീവനുള്ള ദൈവം. നിങ്ങളുടെ മനസ്സ് നൊന്ത് വിങ്ങി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വഴി മുട്ടി വിഷമിച്ച് നിങ്ങൾ ഭാരപ്പെട്ട് പ്രശ്നങ്ങൾപ്പെട്ട് വലഞ്ഞ് നിങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവേ ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോഴേക്കും ഓടി വരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് അനുഭവമാക്കണം. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്നവനാണ്. യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് അകൃത്യം ഉണ്ടെങ്കിൽ കർത്താവ് കേൾക്കുകയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അങ്ങനെ വചനം പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അകൃത്യം ഉള്ളിലുണ്ടോ? പുറമേ ഒന്നുമില്ലായിരിക്കും. ഉള്ളിൽ ഉദ്ദേശശുദ്ധിയില്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അകൃത്യം. എനിക്ക് നേതാവാകണം, എനിക്ക് പ്രസിദ്ധനാകണം, എനിക്ക് എൻ്റെ പ്രസംഗം നന്നാകണം, എൻ്റെ സാക്ഷി നന്നാകണം, എൻ്റെ പാട്ട് നന്നാകണം എന്നിങ്ങനെയൊക്കെയുള്ള ആ ചിന്താഗതിയെല്ലാം അകൃത്യമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും ആത്മാവ് വ്യാപരിക്കുകയില്ല.
സ്തുതികളൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കും, ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും, പക്ഷേ ആത്മാവ് ഇറങ്ങുകയില്ല. പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരിക എന്നുള്ളത് അത് നിങ്ങൾ ആഗ്രഹിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. വിശ്വസിക്കുക, അത്രയും നിങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയണം, കർത്താവേ, ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എസ്കേലിൻ്റെ മേൽ വന്ന ആ ദൈവത്തിൻ്റെ കൈ ഇന്ന് എൻ്റെ മേൽ വരണമേ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരണമേ. അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ എൻ്റെ മേൽ ഇറങ്ങണമേ, എൻ്റെ ഈ നിസ്സാരമായ ഈ ആളത്വത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പ്രസംഗം കേട്ടാലൊന്നും ഒരു പ്രയോജനം കിട്ടുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ എത്ര നേരം പ്രസംഗിച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് വന്നാൽ, ആത്മാവ് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനം വരുത്തുമ്പോൾ വലിയൊരു സമാധാനവും സന്തോഷവും ശാന്തിയും സ്വസ്ഥതയും നിങ്ങൾക്ക് ലഭിക്കും. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ആത്മാവ് വരിക എന്നുള്ളതിന് നാം പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം. വായിക്കാം, 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അപ്പോൾ ദർശനങ്ങൾ കാണുകയാണ്. മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. പ്രവാചകന്റെ തലയിൽ പിടിച്ചതുപോലെ, തലമുടിക്ക് പിടിച്ചതുപോലെ പ്രവാചകന് തോന്നി. പിന്നെ ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യേ പരിശുദ്ധാത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ദിവ്യ ദർശനങ്ങൾ എന്നെ കാണിച്ചു തന്നു. പ്രവാചകൻ പറയുകയാണ്, ദിവ്യ ദർശനങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. സ്തോത്രം. അപ്പോൾ പ്രവാചകനെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തലമുടിക്ക് പിടിച്ച് നിർത്തിക്കൊണ്ട് ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. തീക്ഷ്ണതാ ബിംബം, ചിലർക്ക് ചില അമിത തീക്ഷ്ണതകളുണ്ടാകും. അമിത തീക്ഷ്ണതകൾ, അതും ദോഷം, അത് ബിംബമാകും. അത് വിഗ്രഹാരാധന പോലെയായി പോകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുമോ? ദൈവത്തിന് സ്തോത്രം. തീക്ഷ്ണതാ ബിംബം. ഇപ്പോൾ നാം ഒരു യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളാണ്. ഞാൻ സുവിശേഷം പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ ബസ്സിലായിരിക്കുന്നത്. ബസ്സിൽ അടുത്തിരിക്കുന്നവരോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. ആൾക്കാർ അലോഹ്യം തോന്നി. പക്ഷേ ഞാൻ വചനം പറയേണ്ട ആളല്ലേ, ഞാൻ വചനം പറയുകയാണ്. അത് ആ ആളെ രക്ഷിക്കാനുള്ള തീക്ഷ്ണതയാണ്, അത് ബിംബമാണ്. സമയം നോക്കി ആളോട് ഇപ്പോൾ പറയാവുന്ന സമയമാണോ എന്ന് പ്രാർത്ഥിച്ച്, ഇപ്പോൾ ഈ ബസ്സിൽ തന്നെ വെച്ച് പറയണമോ എന്ന് ആലോചിച്ച്, ഇവിടെ വെച്ച് പറഞ്ഞാൽ മറ്റുള്ളവരത് കേട്ട് അത് പുച്ഛിക്കുമോ എന്ന് ചിന്തിച്ച് വളരെ കരുതലോടെ വേണം കൈകാര്യം ചെയ്യാൻ. കാണുന്നവരോടെല്ലാം വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ തീക്ഷ്ണതാ ബിംബമാണ്. തീക്ഷ്ണതാ ബിംബം അതുകൊണ്ട് വചനം പറയേണ്ടതെന്നല്ല, തീക്ഷ്ണത ബിംബമായി തീരരുത്. ഒരു വിഗ്രഹമായി തീരരുത്. തീക്ഷ്ണതാ ബിംബം, അതാണ് പറഞ്ഞത്. തീക്ഷ്ണതാ ബിംബത്തെ കണ്ടു. പിന്നെ അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരുന്നു, മഹത്വം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ മനുഷ്യപുത്ര, നീ തലപൊക്കി വടക്കോട്ട് നോക്കുക. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിനെ വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീക്ഷ്ണതാബിംബത്തെ കണ്ടു. ഞാൻ വടക്കോട്ട് നോക്കിയപ്പോൾ തീക്ഷ്ണതാബിംബം, അത് ആരാധനയാണ്, പൂജയാണ്, നമസ്കാരമാണ്, പ്രാർത്ഥനയാണ്. പക്ഷേ ഒരു ബിംബമാണ്, അത് വിഗ്രഹാരാധനയാണ്. കണ്ടു. പിന്നെ അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. യെരൂശലേമിൻ്റെ സ്ഥിതിയാണ് കാണിച്ചു തരുന്നത്. യെരൂശലേം ദേവാലയത്തിൻ്റെ സ്ഥിതിയാണ് കാണിച്ചു തരുന്നത്. ദർശനത്തിൽ കാണിച്ചു തരുന്നത് യെരൂശലേം ദേവാലയത്തിൽ തീക്ഷ്ണതാബിംബമുണ്ട്. എന്താണ്? ഈ ഒരു ശാബത്ത് ദിവസം ഒരു കരിയില മുറ്റത്ത് കിടന്നാൽ അത് മറിച്ചിടാൻ പാടില്ല. കാരണം അത് ജോലിയാണ്. ശാബത്ത് ദിവസം അനങ്ങരുത്, ജോലി ചെയ്യരുത്. കർത്താവിൻ്റെ പരസ്യപ്രവർത്തന കാലത്ത് അനേകരെ കർത്താവ് ശാബത്ത് ശ്രദ്ധിക്കുന്നില്ല, ശാബത്ത് നോക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവിനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മനുഷ്യപുത്രൻ ശാബത്തിന് കർത്താവാകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ ചിന്താഗതികളെ തകർത്ത് കളയാണ് ചെയ്തത്. ചില ഈ നിസ്സാര കാര്യങ്ങൾ വെച്ചുകൊണ്ട് ന്യായവും ദൈവസ്നേഹവും ഇട്ടുകളയുന്നു. തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു. നിസ്സാര കാര്യങ്ങൾ. ഏറ്റവും വലിയ തിന്മ അത് നിസ്സാരമായി കാണും, ഏറ്റവും ചെറുത് വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ചില നിസ്സാര കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നിസ്സാര കാര്യങ്ങൾ. എന്നാൽ നേരെ മറിച്ചോ
ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വലിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പുലരുകയും ചെയ്യുന്നു. തീക്ഷ്ണതാവുമ്പം യെരൂശലേം ദേവാലയത്തെ കാണിച്ചു കൊടുത്തു, വായിക്കാം. യെരൂശലേം ദേവാലയത്തെ കാണിച്ചു കൊടുത്തു, അവിടെ മ്ലേച്ഛതകൾ കണ്ടു, കാണാൻ വായിക്കാം. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. മ്ലേച്ഛതകൾ കാണുമെന്നാണ് പ്രവാചകനോട് പറഞ്ഞത്. ദൈവം പറഞ്ഞു, നീ ഇനിയും വലിയ മ്ലേച്ഛതകൾ കാണും. ഇപ്പോൾ ബിംബമേ കണ്ടുള്ളൂ, ഇതിലും വലിയ മ്ലേച്ഛതകൾ കാണും. ദേവാലയത്തിൻ്റെ ചുവരിൻ്റെ അരിയിലേക്ക് ചെന്ന് നോക്കുക എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. പുറമേ ആർക്കും കാണാൻ പറ്റുകയില്ല, ഒരു ചെറിയ ദ്വാരമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. ചുവരിൽ ഒരു ചെറിയ ദ്വാരം കണ്ടു. എന്നിട്ടോ അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുരക്കുക എന്ന് പറഞ്ഞു. മനുഷ്യപുത്ര, ഈ ചുവര് നീ കുത്തി തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുരന്നാറെ ഒരു വാതിൽ കണ്ടു. കുത്തി തുറന്നപ്പോഴല്ലേ കാണുന്നു, വലിയൊരു വാതിലകത്തുണ്ട്. ആ ചുമരിൻ്റെ അകത്ത് ഒരു വലിയ വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അവർ, ഈ ദേവാലയത്തിലെ പ്രവർത്തകർ, ഈ ദേവാലയത്തിൽ ജോലി ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന മ്ലേച്ഛതകൾ നീ കാണും. അവർ ഇവിടെ പുറമേ ഒരു കുഴപ്പവുമില്ല, പുറമേ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെ വാതിൽ കുത്തി തുറന്ന്, ആ മതിൽ കുത്തി തുറന്ന്, ആ ഭിത്തി കുത്തി തുറന്ന് അകത്ത് നിന്നപ്പോൾ വലിയ ഒരു ഗുഹയുടെ വാതിൽ കണ്ടു. അകത്തോ മ്ലേച്ഛതകൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അകത്താണിതെല്ലാം. ദേവാലയം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പള്ളിയല്ല. ദേവാലയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയമാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരിക്കാം, പക്ഷേ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ജീവിതമാണ്. അവിടെ വലിയ മ്ലേച്ഛതകൾ, അകത്ത് മ്ലേച്ഛതകൾ. പുറമേ പ്രാർത്ഥനയുണ്ട്, പുറമേ നമസ്കാരമുണ്ട്, പുറമേ നല്ല നല്ല പെരുമാറ്റങ്ങളുണ്ട്, പുറമേ നല്ല ഗീതങ്ങളുണ്ട്, പുറമേ നല്ല മനോഹരമായ ശുശ്രൂഷകളുണ്ട്, പുറമേ എല്ലാം ഉണ്ട്. എല്ലാം പുറമേ തികയ്ക്കുന്നു, പക്ഷേ അകമോ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. മ്ലേച്ഛതകളകത്ത്, അകത്ത് മ്ലേച്ഛതകൾ. കർത്താവിന് സ്തോത്രം. മദ്യം കുടിച്ചിട്ട് കുർബാന ചൊല്ലാൻ വരുന്ന അച്ഛന്മാരുണ്ട്. മദ്യം കുടിച്ചിട്ട് പാട്ട് പാടുന്ന, ഗീതങ്ങൾ പാടുന്ന ശുശ്രൂഷക്കാരുണ്ട്. പല പള്ളികളിലും പെരുന്നാളൊക്കെ ആഘോഷിക്കാം. മദ്യം കുടിച്ചിട്ട് റാസിയിൽ പങ്കെടുക്കുന്നവരില്ലേ? മദ്യം കുടിച്ച് കുരിശും പിടിച്ചുകൊണ്ട് റാസിയുടെ മുമ്പേ നടക്കുന്നവരില്ലേ? ഉണ്ട്, പ്രിയപ്പെട്ടവരെ, ഉണ്ട്. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ, ഈ മ്ലേച്ഛതകളെല്ലാം ദൈവം പ്രവാചകന് കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മുടെ മുന്നിൽ ഈ കാര്യങ്ങൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അകത്ത് മ്ലേച്ഛതകളുണ്ട്, പുറമേ ആർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ അകത്ത് വ്യാജമുണ്ട്, അകത്ത് ദൈവസ്നേഹം ഇല്ല എന്ന് മാത്രമല്ല, പലരോടും വെറുപ്പുണ്ട്, പലരോടും ഈർഷ്യയുണ്ട്. കർത്താവിൻ്റെ ഭാവം എനിക്കില്ല, കർത്താവിൻ്റെ ഭാവത്തോട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, കർത്താവിൻ്റെ ഭാവത്തോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട്. ഇത് നാം തിരിച്ചറിയണം. എന്നിട്ട് കർത്താവേ, എൻ്റെ അകത്തെ ഈ മ്ലേച്ഛതകൾ എല്ലാം മാറ്റുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എസ്.കെ. പ്രവാചകന് കിട്ടിയതായ ആ ദർശനങ്ങൾ, ഒരു 4 ദർശനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ആ 4 ദർശനങ്ങളിലെ അകത്തോ ഇതാണ്: എല്ലാം അശുദ്ധിയും മ്ലേച്ഛതയും ദേവാലയത്തിൽ നടക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നാം ചുഴിഞ്ഞു നോക്കിയാൽ അവിടെ അശുദ്ധിയുണ്ട്, അവിടെ മ്ലേച്ഛതയുണ്ട്. പുറമേ പാട്ടുപാടും, പുറമേ പ്രസംഗിക്കും, പുറമേ സാക്ഷ്യം പറയും, പക്ഷേ അശുദ്ധി മാറിയിട്ടില്ല. ജീവിതത്തിലൊരിക്കലും ഒന്ന് പോയി അശുദ്ധിയെക്കുറിച്ചുള്ള ഈ വേദന ഇപ്പോഴും നിൽക്കുന്നില്ല. ആ വേദന നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഒരു വലിയ കെടുതി അതാണ്. മനസ്സ് മരവിച്ചു പോയി, മനസ്സ് കട്ടിയായിപ്പോയി. അതും പ്രത്യേകിച്ച് ഈ ഇടവരുന്ന ആളുകൾക്കല്ല, മുൻകാലം മുതലേ വന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നത്. കേട്ട് കേട്ട് തഴമ്പിച്ചു, അതുകൊണ്ടൊന്നും യേശുന്നില്ല. അതുകൊണ്ട് വചനം പറയാൻ നിൽക്കുമ്പോൾ പോലും അതിന് വേണ്ടതുപോലെ കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അകത്തെന്തെല്ലാം മ്ലേച്ഛതകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം പരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എണ്ണി പറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആരും കൂടെ വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. ഓരോ പാവവും ചുണ്ടുകൊണ്ട് ചുണ്ടനക്കി, ശബ്ദം അനക്കി, വലിയ ശബ്ദത്തിലല്ല, മറ്റാരും കേൾക്കാതെ ചുണ്ടനക്കി നിങ്ങൾ ഓരോരോ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുക. കർത്താവേ, ഞാൻ പുറമേ ഭക്തനായി കാണപ്പെട്ടെങ്കിലും എൻ്റെ അകം മ്ലേച്ഛതകളാണ്, എൻ്റെ അകത്ത് തിന്മയാണ്. പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പാപങ്ങൾ, ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്.
വിചാരങ്ങളിലും വികാരങ്ങളിലും അനേകം അശുദ്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. ദുർവ്യാഗ്രഹം പോയിട്ടില്ല, അഹങ്കാരം പോയിട്ടില്ല, സ്വാർത്ഥത പോയിട്ടില്ല, സ്ഥാനമോഹം പോയിട്ടില്ല. എൻ്റെ കർത്താവേ, ഇന്നും ഞാൻ അശുദ്ധനാണ്. കർത്താവേ, നിൻ്റെ നാം ഉച്ചരിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇങ്ങനെ നാം പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മുടെ പാവം ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധാരാളം വചനം കേട്ടവരാണ്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം എൻ്റെ മേൽ വരണമേ, ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വരണമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ വരണമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ വന്ന് എൻ്റെ കർത്താവേ എന്നെ നീ ഉണർത്തണമേ, എൻ്റെ മ്ലേച്ഛതകൾ പൊറുക്കണമേ, എൻ്റെ അശുദ്ധി മാറ്റി തരണമേ, എനിക്കൊരു പൂർണ്ണ വിശുദ്ധനായി നിന്നെ സ്തുതിപ്പാൻ ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒറ്റയ്ക്കൊരു ലക്ഷ്യം വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഒറ്റയ്ക്കൊരു ലക്ഷ്യം, എനിക്ക് ഈ തലമുറയിൽ ഒരു വിശുദ്ധനായി ജീവിക്കണം. മനുഷ്യരുടെയും മുഖം ഞാൻ നോക്കുന്നില്ല. എനിക്കൊരാൾക്ക് ഈ തലമുറയിൽ ഒരു വിശുദ്ധനായി ജീവിക്കണം. ഒരു പള്ളിയെയും പേടിക്കണ്ട, പിന്നെ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഭീഷണി കേട്ടൊന്നും ആരും കലങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ നിൽക്കാം. ഞാൻ വിശുദ്ധനായി ജീവിക്കുന്ന തീരുമാനത്തോടെ നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ജയം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല വളരെ സുഗമമായി ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം പരമേൽപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാവിയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് വാക്ക് പറയാം, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണങ്ങി വരണ്ടുപോയി, എന്നെ ജീവിപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങി വരണ്ടുപോയി, എൻ്റെ കുടുംബം ഉണങ്ങി വരണ്ടുപോയി, എൻ്റെ ഭാര്യാപത്ര ബന്ധം ഉണങ്ങി വരണ്ടുപോയി. കർത്താവേ, ഉണങ്ങിപ്പോയിരിക്കുന്നു. ഉണങ്ങിപ്പോയ അസ്ഥികളെല്ലാം ചൈതന്യം പ്രാപിച്ചതുപോലെ ഇപ്പോൾ നാഥ ഞങ്ങളുടെ സ്നേഹബന്ധം ചൈതന്യം പ്രാപിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, തന്ന ദൂതുകൾക്കായി സ്തോത്രം, തന്ന വചനങ്ങൾക്കായി സ്തോത്രം, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത നന്മകളാണല്ലോ തരുന്നത് കർത്താവേ. എല്ലാറ്റിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണപ്പോൾ ഈ മക്കളോട് കരുണ തോന്നണം കർത്താവേ. എല്ലാവരും ജീവൻ പ്രാപിച്ച് യേശുവിൻ്റെ മഹാസൈന്യമായി എഴുന്നേറ്റ് വരുവാൻ തക്കണം എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.